ഹലോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമുക്കിനി വളരെ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതുപോലുള്ള വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഒരു കമൻസ്, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എനിക്ക് അറിയിക്കണം. ലൈക്ക് പരമാവധി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റോസി തോമസിൻ്റെ ഇവൻ എൻ്റെ പ്രിയ CJ എന്ന ആത്മകഥയിലെ ആ മനുഷ്യൻ നീ തന്നെ എന്ന അധ്യായമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആരാണ് റോസി തോമസ് എന്ന് നമുക്ക് നോക്കാം. മലയാളത്തിലെ പ്രശസ്തമായ എഴുത്തുകാരിയും നിരൂപകയുമായിരുന്നു റോസി തോമസ്. പ്രശസ്ത സാഹിത്യ നിരൂപകൻ MP പോളിൻ്റെ മകളും ആധുനിക മലയാള നാടകവേദിയിലെ വിപ്ലവം സൃഷ്ടിച്ച CJ തോമസിൻ്റെ ഭാര്യയുമായിരുന്നു അവർ. ഓക്കെ, ഇനി ഇവൻ എൻ്റെ പ്രിയ CJ, ഉറങ്ങുന്ന സിംഹം, അതൊരു ഓർമ്മക്കുറിപ്പുകളാണ്. ആനി, ഇതൊരു നോവലാണ്. എന്നിവ പ്രധാന കൃതികളാണ്. തൻ്റെ ഭർത്താവായ CJ തോമസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ഇവൻ എൻ്റെ പ്രിയ CJ മലയാളത്തിലെ ഏറ്റവും മികച്ച ജീവചരിത്രപരമായ ഓർമ്മക്കുറിപ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തികച്ചും സത്യസന്ധവും ഹൃദയസ്പർശിയുമായ വിവരണ ശൈലിയാണ് റോസിയുടേത്. ഭർത്താവിനെ ഒരു നായകനായി മാത്രം ചിത്രീകരിക്കാതെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളും ശക്തിയും ഒരേപോലെ തുറന്നെഴുതാൻ അവർക്ക് സാധിച്ചു. ഇനി എന്താണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ പാഠഭാഗം റോസി തോമസിൻ്റെ ഇവൻ എൻ പ്രിയ CJ എന്ന പുസ്തകത്തിലെ 7ാമത്തെ അധ്യായമാണ്. CJ തോമസിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാലഘട്ടങ്ങളെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളെയും ഇത് പരിചയപ്പെടുത്തുന്നു. CJയും റോസിയും വിവാഹശേഷം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയ കാലത്തെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. പല വാടക വീടുകളിലായി 9 വർഷത്തോളം അവർ അവിടെ താമസിച്ചു. കുന്നുകുഴിയിലെ വാടക വീട്ടിലെ സന്തോഷകരമായ ദിവസങ്ങൾ റോസി ഓർത്തെടുക്കുന്നു. ഒരു സിനിമാ കമ്പനി തുടങ്ങാനായി CJ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് പാഠഭാഗം പറയുന്നു. പണത്തിനു വേണ്ടി കലയെ ബലി കഴിക്കാൻ തയ്യാറാകാത്ത CJക്ക് കലാകേരളം എന്ന സിനിമാ കമ്പനി വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ MP പോളിൻ്റെ ട്യൂട്ടോറിയൽ കോളേജ് CJ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും പരസ്യം നൽകാൻ തയ്യാറാകാത്തതുമൂലം അത് പരാജയപ്പെട്ടു. തിരുവനന്തപുരത്തെ ജീവിതത്തിനിടയിൽ P ഭാസ്കരൻ, അടൂർ ഭാസി, G കുമാരപിള്ള, അയ്യപ്പ പണിക്കർ തുടങ്ങിയ പ്രമുഖരുമായി CJ പുലർത്തിയിരുന്ന ഗാഢമായ സൗഹൃദത്തെക്കുറിച്ച് റോസി വിവരിക്കുന്നു. സാമ്പത്തികമായും മാനസികമായും തകർന്നു നിൽക്കുന്ന കാലത്താണ് CJ തൻ്റെ പ്രശസ്തമായ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം രചിക്കുന്നത്. ബൈബിളിലെ ദാവീദ് രാജാവിൻ്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഈ നാടകം മലയാള നാടക ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഈ കൃതി ഒരു വ്യക്തിയെക്കുറിച്ചുള്ള, അതായത് CJയെക്കുറിച്ചുള്ള വിവരണമാണെങ്കിലും അതിൽ റോസിയുടെ ജീവിതവും കൂടി ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ആത്മകഥാപരമായ ജീവചരിത്രം എന്ന് വിളിക്കാം. ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, വലിയ സ്വപ്നങ്ങൾ കാണുന്ന, എന്നാൽ പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു മനുഷ്യനായി CJയെ പാഠഭാഗത്ത് കാണാം. CJയുടെ പരാജയങ്ങളിലും സ്വപ്നങ്ങളിലും തളരാതെ കൂടെ നിന്ന കരുത്തായ ഭാര്യയായിരുന്നു റോസി. അപ്പോൾ ഇതാണ് നമ്മളുടെ പാഠഭാഗം. തൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും അതുപോലെ അവർ 9 വർഷക്കാലം തിരുവനന്തപുരത്ത് താമസിച്ചതിൻ്റെ ഓർമ്മകളുമൊക്കെയാണ് റോസി ഇതിലൂടെ പങ്കുവെക്കുന്നത്.
അപ്പോൾ ഇതാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ റീക്യാപ്പ് എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് വൺ വേർഡിനൊക്കെ നമുക്ക് ഉപകരിക്കും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് എല്ലാ പാഠത്തിൻ്റെയും ബാക്കിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർക്കുക. ഇത് വളരെ ചെറിയൊരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത ജീവചരിത്രമായിട്ട് ഉടൻ തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.